ചിത്രങ്ങളും. ഇത് എഴുതിയത് സുദൈവാണ്. കോഴിക്കുഞ്ഞും താറാക്കുഞ്ഞും 3 പൂച്ചക്കുട്ടികൾ തുടങ്ങി ഇതിൽ 13 രസകരമായ കഥകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് സ്വർണ്ണരം. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഗോപി എന്ന നായക്കുട്ടി, മഞ്ഞു മനുഷ്യൻ, മഞ്ഞപ്പൂപ്പൻ, സ്വർണ്ണരം, കുട്ടികൾ എന്നിവയാണ്. പുതുവർഷം വരവേൽക്കാനായി. അവരുടെ അടുത്ത് കളിക്കോപ്പുകൾ മാത്രമുണ്ട്, പക്ഷെ സ്വർണ്ണരം മാത്രമില്ല. സ്വർണ്ണരം കിട്ടുവാനായി മഞ്ഞപ്പൂപ്പന് വേണ്ടി കത്തയക്കുകയും ഗോപി എന്ന നായക്കുട്ടി മഞ്ഞു മനുഷ്യനും കൂട്ടിയത് കൊണ്ടുവരികയുമാണ് കഥ. കുട്ടികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. ഈ കഥ അവസാനിക്കുന്നു. എല്ലാരും ഈ കഥ വായിക്കണേ.